What is 2 Timothy chapter 2 is saying? That we are selected by Jesus. So we have to please Jesus. യേശുവാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ സന്തോഷിപ്പിക്കുക. എങ്ങനെ സന്തോഷിപ്പിക്കും? By observing the word. So at the same time I am telling you, this is also a deliverance clinic. But actually in Wednesday and Saturday we are doing deliverance clinic. ബുധനാഴ്ചയും ശനിയാഴ്ചയും നമ്മളിവിടെ ഡെലിവറൻസ് ക്ലിനിക് ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ വചനങ്ങളും വിടുതല കൊടുക്കുന്നുണ്ട്. ടുഡേ ഈസ് എ സൺഡേ വർഷിപ്പ്, സോ വി ആർ നോട്ട് ടേക്കിംഗ് മച്ച് ടൈം ഫോർ ദ ഡെലിവറൻസ് ക്ലിനിക്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അങ്ങനെ അധിക സമയം എടുക്കുന്നില്ല. 2 days back me and Regin went to one IPC church in Palod. ഞങ്ങൾ അവിടെ ഒരു പാലോട് IPC ചർച്ചിൽ പോയി. They invited us for the fasting prayer. നമ്മളെ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് വിളിച്ചത്. So I told the pastor, everyone are doing fasting prayer. So today it is deliverance clinic. ഇന്ന് എല്ലാവരും എന്നും ഉപവാസ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇന്ന് ഇത് ഡെലിവറൻസ് ക്ലിനിക്. So deliverance clinic, doctor is there. Who is the doctor? Jesus is the doctor. Jesus will come and deliver you. യേശു വന്ന് നിങ്ങളെ വിടുവിക്കും. So God will deliver you. From yesterday onwards, God has changed something in your life. കഴിഞ്ഞ ദിവസം മുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? എന്താണത്? What was that? That's why you came at 9:30 here. അതുകൊണ്ടാണ് നിങ്ങൾ 9:30 ഇവിടെ വന്നത്, അല്ലേ? ഇന്ന് നിങ്ങൾ ഇന്നിവിടെ 9:30 വരാനുള്ള കാരണം എന്തായിരുന്നു? I have been telling this sister for many days, many times to come at 9:30, but she will not come. വരത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് വന്നു. Why? Because it is Holy Spirit who touched. പരിശുദ്ധാത്മാവാണ് അവരെ തൊട്ടത്. ഞാൻ അവരോട് എന്നും പറയും, നിങ്ങൾ 9:30 വന്നാൽ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ വരത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് തൊട്ട് കഴിഞ്ഞപ്പോൾ സോ യു വിൽ കം ഔട്ട് ഫ്രം ഓൾ യുവർ ട്രബിൾസ്. നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നെല്ലാം ദൈവം നിങ്ങൾക്ക് വിടുതൽ തരികയാണ്. പറഞ്ഞ മനസ്സിലായേ? ഗോഡ് വിൽ ടേക്ക് യു ടു അനദർ പ്ലേസ് ആൻഡ് എസ്റ്റാബ്ലിഷ് യു. സോ യു ഹാവ് ടു കീപ് ദ ഫണ്ടമെന്റൽ തിങ്സ് ഇൻ യുവർ ലൈഫ്. ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, you have to, if you want a deliverance, you have to find the kingdom of God in your life. നിങ്ങൾക്ക് വിടുതൽ വേണമെങ്കിൽ ഉണ്ടല്ലോ, ദൈവരാജ്യത്തെ നിങ്ങൾ കാണണം. എല്ലാവരോടും പറയണം. I am telling to everyone, people are going to church but not seeing kingdom of God. People are reading Bible but not seeing kingdom of God. ബൈബിൾ വായിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷെ ദൈവരാജ്യം കാണുന്നില്ല. Whenever you read the book of gospel, you can see wherever Jesus went, he said the kingdom of God is near, so you are healed. You repent and be healed. യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ ഒരു കാര്യമുണ്ട്. ഒറ്റ കാര്യമേ യേശു പറയുള്ളൂ, ഇരുന്ന് ഉറങ്ങല്ലേ. യേശു എന്താ പറയുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുവേൻ. ഇതാണ് യേശുവിന്റെ മെസ്സേജ്. The kingdom of God is near, so you repent. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്ത, ദൈവരാജ്യം കാണണം, മാനസാന്തരപ്പെടണം. When you repent, you will see the kingdom of God. മാനസാന്തരപ്പെടുമ്പോൾ ദൈവരാജ്യം കാണും. Where is the kingdom of God? യേശു എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം എവിടെയാ വെച്ചിരിക്കുന്നത്? വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. If a certain man found it, ഒരാൾ അത് കണ്ടിട്ട് എന്ത് ചെയ്തു? He hid it. അയാൾ ഒളിപ്പിച്ചു. അയാൾ എന്തിനാ ഒളിപ്പിച്ചത്? ഇല്ല, അയാളുടെ ഇന്ന് ദൈവരാജ്യം തട്ടിപ്പടിക്കും. ഇതൊരു മർമ്മമാണ്.
അല്ല പിടികിട്ടിയെന്ന് അറിയത്തില്ല. യു നോ, ലോൺലിനെസ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ബ്ലെസ്സിങ്. ഏകാന്തതയാണ് എൻ്റെ ഏകാന്തത എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സഞ്ചാരമാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. അല്ല പിടികിട്ടിയെന്ന് അറിയത്തില്ല. The hair growth was the secret of Samson's blessing. ശിംശോന് മുടി വളരുന്നതായിരുന്നു ശിംശോന്റെ വിജയത്തിന്റെ രഹസ്യം. അല്ല പിടികിട്ടിയ? ശിംശോന് ശക്തി ലഭിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? അയാളുടെ മുടി വളരും. ബൈബിൾ വായിച്ചവർക്കറിയാം. സോ ബട്ട് he did not hid it. അയാൾ അത് ഒളിപ്പിച്ചു വച്ചില്ല. He was lying on the lap of one lady. വേറൊരു സ്ത്രീയുടെ മടിയിൽ കിടക്കുമ്പോൾ she was asking him, what is the secret of your strength? മറ്റൊരു സ്ത്രീയുടെ, ഒരു അന്യ സ്ത്രീയുടെ മടിയിൽ ഇയാൾ കിടക്കുകയാണ്. ശിംശോൻ എന്ന് പറഞ്ഞ ദൈവദാസൻ. He was lying on the lap of one lady, of a Gentile lady, and she was asking, what is the secret of your power? നിങ്ങളുടെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. He did not hid it. What Jesus said, the kingdom of God is like a gem that is hidden in a field. ദൈവരാജ്യം എന്ന് പറഞ്ഞത് ഒരു മുത്ത്, വിലയേറിയ മുത്ത് വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. മാത്യു 13, അതാണെന്നല്ലേ, മത്തായി 13, അതിൽ പറയും, താഴോട്ട് വായിക്കുമ്പോൾ അറിയാലോ, അവിടെ പറയുന്നുണ്ട് ദൈവരാജ്യം 44. ഒന്ന് വായിച്ചേ. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ കണ്ടിട്ട് അത് മറച്ചു. എന്തിനാ മറച്ചത്? ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണമെന്നല്ല പറയുന്നത്, അല്ലേ? യേശു എന്താ പറയുന്നത്? നിങ്ങൾ എല്ലാവർക്കും വചനം എല്ലാവർക്കും ഷെയർ ചെയ്യണം, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ ദൈവരാജ്യം ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വല്ലതും പിടികിട്ടിയ? ദിസ് ഈസ് ദ സീക്രട്ട് ഓഫ് ബ്ലെസ്സിങ്. പീപ്പിൾ ഡസ് നോട്ട് നോ ഹൗ ടു ഗെറ്റ് ബ്ലെസ്ഡ്. വല്ലതും പിടികിട്ടിയ? അത് സ്നേഹമല്ലേ എല്ലാവർക്കും കൊടുക്കാം. ദൈവരാജ്യം കാണിച്ചു കൊടുക്കല്ലേ കേട്ടോ. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? നിങ്ങൾ വായിച്ച്. സ്വർഗരാജ്യം, the kingdom of God is like a gem, a treasure found in a field. വയലിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. He found it. ആ മനുഷ്യൻ അത് കണ്ടു. എന്ത് ചെയ്തു? ഔട്ട് ഓഫ് ജോയ് he sold everything. അയാൾക്കുള്ളതെല്ലാം വിറ്റ് ആ സ്ഥലം മേടിച്ചു. എല്ലാം പിടികിട്ടിയ? എന്തിനാ പിന്നെ എന്ത് ചെയ്തു? അല്ല ഒളിപ്പിച്ചു വെച്ചു. എന്തിനാ അത് വാങ്ങിയല്ലേ? എന്തിനാ അയാൾ ഒളിപ്പിച്ചു വെച്ചത്? Why people are not blessed? Because they cannot hide. The one reason is that people are not repented. ഒന്നാമത്തെ കാര്യം, ആൾക്കാർ മാനസാന്തരം ഇല്ല, അതാണ് അനുഗ്രഹം പ്രാപിക്കാത്തത്. രണ്ട്, എന്താണ്? Even if they have found the kingdom of God, they cannot hide it. അത് ഒളിപ്പിക്കാൻ അറിയത്തില്ല. അല്ല പിടികിട്ടിയ? The secret of Samson's power is the hair growth. എത്ര പേർക്ക് ബൈബിൾ വായിച്ച് അറിയാം? ചിലവർ ഇത് ആരാണ് സിംസോൺ എന്നൊക്കെ ചോദിക്കുകയാണ്. In the Old Testament we can see a man of God. His name is Samson. He is very powerful man. He can fight with 300 or 500 people. ഒരു 300-500 ആൾക്കാരെയൊക്കെ ഒറ്റയ്ക്ക് അടിച്ച് ഇരുത്താം. So people were, the enemies were wondering from where this power came from. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു വലിയ കെട്ടിടമൊക്കെ തള്ളിയിടാൻ പറ്റും. He could pull down the pillars. വലിയ തൂണുകളൊക്കെ ഈ സിംസോണ് തള്ളിയിടാം. ഞാൻ പറയുന്ന പോലെ പിടിയിട്ടുന്നുണ്ടോ? So the Philistines were curious and they sent a lady
to ask what, from where the power is coming from.